ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആശംസിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങളെ ഞാനിങ്ങനെ കാണുകയാണ്. പലതും ഇങ്ങനെ മുളച്ചു വരുന്നത് പോലെ ഞാൻ കാണുകയാണ്. പല തരത്തിലുള്ള വിത്തുകൾ മുളയ്ക്കുന്നത് ഞാൻ കാണുകയാണ്. കർത്താവ് മുൻമഴയാൽ അവനതിനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലാണ്. അതുപോലെ തന്നെ ദൈവം അതിശക്തമായ വിധത്തിലുള്ള ഒരു മഴ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും പെയ്യിപ്പിക്കാൻ പോകുകയാണ്. അത് കർത്താവിൻ്റെ ഒരു ആശിഷമാരിയാണ്. ദ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആശിഷമാരി, അനുഗ്രഹത്തിൻ്റെ മാരി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പെയ്യുവാനായിട്ട്, അത് നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങാനായിട്ട് പോവുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് ഈ മക്കളെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. ഇന്നത്തെ കോ സ്പോൺസർ മൂന്നാറിൽ നിന്ന് സിസ്റ്റർ വിജയലക്ഷ്മിയാണ്. താങ്ക് യു. മകൻ്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ, വിജയലക്ഷ്മിയുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക അനുഗ്രഹമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത ഒരു സ്പോൺസർ കുവൈറ്റിൽ നിന്ന് സിസ്റ്റർ സൗമ്യയാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സൗമ്യയുടെ വിവാഹം നടക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ലഭിക്കുവാൻ. സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്പോൺസർ ചെയ്യുക. ഇന്ന് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് ഡേ ആണ്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ കൊച്ചിയിലേക്ക് വരാൻ സാധിച്ചാൽ നേരിട്ട് കടന്നു വരിക. അല്ലാത്തവർക്ക് ലൈവായിട്ട് നമ്മുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും തത്സമയ സംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. അമേസിംഗ് ഗ്രേസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആശ്ചര്യകരമായ അത്ഭുതകരമായ ദൈവകൃപ. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ആശ്ചര്യകരമായ ദൈവകൃപ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ആഴങ്ങൾ പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് ദൈവകൃപ? കൃപയെക്കുറിച്ച് നമ്മൾ പാടും, പ്രസംഗിക്കും, പറയും, ധ്യാനിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവകൃപയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ലൈഫ് തന്നെ മാറും. അതിലൊരു ദൈവിക വെളിപ്പാട് കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഏവർക്കും തരട്ടെ. നമ്മൾ ഈ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ 1:17 അനുസരിച്ച് കൃപയും സത്യവും യേശു മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത കൃപ, സത്യം പുതിയ നിയമത്തിൽ യേശുവിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി. എന്നാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിശക്തമായ ഭാഷയിൽ പൗലോസ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെ മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ കേട്ടു വളർന്നത് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും മറ്റൊരു സുവിശേഷമാണ് ഞാൻ കേട്ടത്. അത് വിശ്വസിച്ചാണ് ജീവിച്ചത്. അതിനനുസരിച്ച് ഒത്തിരി അനാവശ്യമായ തെറ്റിദ്ധാരണകളും ഭയങ്ങളുമെല്ലാം എൻ്റെ അകത്ത് കടന്നുകൂടിയിരുന്നു. നമ്മളൊരു ATM കുറിച്ച് കണ്ടു. എനി ടൈം മെർസി, എനി ടൈം ഗ്രേസ് ലഭിക്കുന്ന ദൈവസിംഹാസനത്തിലേക്ക് ഏതൊരവസരത്തിലും ആർക്ക് വേണമെങ്കിലും ഓടിച്ചെല്ലാം. കാരണം ആ കൃപാസനത്തിലേക്കുള്ള വഴി യേശു തുറന്നിട്ടിരിക്കുകയാണ്. യേശു മരിച്ച സമയത്ത് ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം കീറിപ്പോയി. എൻ്റെ അർത്ഥം, അങ്ങോട്ട് നോക്കിയാൽ എല്ലാവർക്കും കൃപാസനം കാണാം, മേഴ്സി സീറ്റ് എന്ന് കാണത്തക്ക രീതിയിൽ. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി. അങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് ആ പ്രവേശനം, ആക്സസ് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 4:16 അനുസരിച്ച് കൃപാസനത്തിലേക്ക് നമുക്ക് ഏത് സമയത്തും ഓടിച്ചെല്ലാം. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 20-24 നമ്മൾ കണ്ടത് ദൈവകൃപയുടെ സുവിശേഷം എന്ന്
പൗലോസ് ശക്തമായ ഭാഷയിൽ അവിടെ പറയുന്നുണ്ട് ദൈവകൃപയുടെ സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തി 14:3 ദ മെസ്സേജ് ഓഫ് ഹിസ് ഗ്രേസ്, അവൻ്റെ കൃപയുടെ സന്ദേശം, കൃപയുടെ വചനം എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഗ്രേസ് എന്ന വാക്ക് നമുക്ക് എലാബറേറ്റ് ചെയ്ത് ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്, GRACE, അങ്ങനെ അതിൻ്റെ ഒരു ഫോം നമ്മൾ കണ്ടു. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിൻ്റെ ചെലവിൽ നമുക്ക് ലഭിക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രേസ്. വേജ് അല്ലെങ്കിൽ കൂലി എന്താണെന്ന് നമ്മൾ കണ്ടു. അവാർഡ് എന്താണ്, ജസ്റ്റിസ് എന്താണ്, മേഴ്സി എന്താണ്, ഗിഫ്റ്റ് എന്താണ്, ഗ്രേസ് എന്താണ്, റൈച്ചസ്നെസ്, ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളുടെയൊക്കെ ഇത് കാരണം ഒത്തിരി പേർക്ക് അത് അറിയില്ല. റൈച്ചസ്നെസ് എന്താണ്, നീതി എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേർക്കും അനേക വർഷങ്ങൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ചു, എന്താണ് നീതി? നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് നീതി? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. എന്താണ് നീതി? അപ്പോൾ ആ നീതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ നീതിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം നമ്മൾ സരളമായ ഭാഷയിൽ കുറേയൊക്കെ കണ്ടു. റോമാലേഖനം 3:23-24 വരെയുള്ള വചനത്തിൽ എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടമായി, എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെടുന്നു. കാരണം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗജന്യമായ നീതീകരണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അനേക പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുകയും നിങ്ങളുടെ വേദപുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യുക, കളർ ചെയ്യുക, അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ അകത്ത് ഇത് റൂട്ടഡായി കിട്ടും. അങ്ങനെ കൃപയുടെ സുവിശേഷ പ്രകാരം ജീവിക്കുവാനും ക്രിസ്തുവിൽ ഒരു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാനും കർത്താവ് നമ്മെ സഹായിക്കും. കൃപയ്ക്കകത്തുള്ളത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. മതങ്ങൾ മുഴുവൻ, ഏത് മതമായാലും നമ്മളൊരു ബോണ്ടേജിലാക്കും, ഒരു ബന്ധനത്തിനകത്ത്, ചട്ടക്കൂടിനകത്ത്, ചങ്ങലയ്ക്കകത്ത് ആക്കിക്കളയും. പണ്ടൊരാൾ പറഞ്ഞില്ലേ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ഒരു ഓപ്പിയമാണ്. അത് ഒരു തരത്തിൽ സത്യമാണ്. പല മനുഷ്യരും ഈ ഓപ്പിയം കഴിച്ച്, ഈ കറുപ്പ് പോലെയുള്ള ഇത് കഴിച്ച്, മയക്കുമരുന്ന് കഴിച്ച് മയങ്ങിക്കിടക്കുകയാണ്. അവർക്ക് വിടർന്ന് ചിന്തിക്കാനൊന്നും സാധ്യമല്ല. അതിൻ്റെ ഒരു മതത്തിൻ്റെ സ്പിരിറ്റിൻ്റെ ഹാങ് ഓവറിലാണ്. മതങ്ങൾ തമ്മിൽ അടിക്കും, മതങ്ങൾ തമ്മിൽ ചീത്ത വിളിക്കും, മതങ്ങൾ തമ്മിൽ ട്രോളുകൾ ഇറക്കും, മതങ്ങൾ തമ്മിൽ പീഡിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയും. മതങ്ങൾക്കകത്ത് കിടക്കുന്നവർ മതപരമായ ഒരു സംതൃപ്തിക്ക് വേണ്ടി പലതും ചെയ്യും. ദൈവത്തോടുള്ള ഭക്തിയേക്കാൾ കൂടുതൽ മതഭക്തിയാണ് പലർക്കും ഉള്ളത്. അവർ ചിന്തിക്കുന്നത് എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. എന്നാൽ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കൃപ, നമ്മളിതിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കും. യഹൂദന്മാർക്ക് മോശയിലൂടെ ന്യായപ്രമാണം കിട്ടി. മറ്റു മതങ്ങൾക്ക്, യഹൂദമതമല്ലാത്ത മറ്റു മതങ്ങൾക്ക് മോശയിലൂടെയുള്ള ന്യായപ്രമാണം കിട്ടിയിട്ടില്ല. പക്ഷേ മതത്തിൻ്റെതായ കുറേയധികം ചട്ടവട്ടങ്ങൾ, നിയമാവലികൾ എല്ലായിടത്തും ഉണ്ട്. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും, മോക്ഷം കിട്ടും. അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ 1, 2, 3, 4, 5, 6, 7 എത്രയാണോ അത്രയും സ്റ്റെപ്പുകളിലൂടെ അതൊക്കെയാണ് ചെയ്യേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം മതങ്ങളിലെല്ലാം ഉണ്ട്. ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് മോശയിലൂടെ അന്നത്തെ ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ജനത്തിന് ലഭിച്ചത്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ദ ലോ ഈസ് ഇംപേഴ്സണൽ ആൻഡ് ബ്ലൈൻഡ്. ന്യായപ്രമാണം അല്ലെങ്കിൽ ഏത് മതത്തിലുമുള്ള നിയമാവലികൾ, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്നുള്ള കൽപ്പനകൾ സകലവും ഇംപേഴ്സണലും ബ്ലൈൻഡുമാണ്. അവർക്ക് വ്യക്തിത്വമില്ല, ആരെയും നോക്കാറില്ല.
നിയമങ്ങൾ ആരെയും നോക്കാറില്ല. ഇന്ന ആളുകൾക്ക് ഈ നിയമത്തിൽ നിന്നും എക്സംഷനുണ്ട്, അങ്ങനെയില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. മറ്റൊന്ന്, നിയമം അന്ധമാണ്. നിയമത്തിന് കണ്ണില്ല. ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ നിങ്ങൾ കണ്ടു കാണും, ഒരു നീതിദേവിയാണെന്ന് തോന്നി ഇങ്ങനെ കണ്ണിങ്ങനെ കറുത്തതുകൊണ്ട് കെട്ടിയ ശേഷം ഒരു തുലാസ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നൊരു സിമ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിയമത്തിന് കണ്ണില്ല, അത് നോക്കൂ. മോശയുടെ നിയമം അങ്ങനെ തന്നെ. നിയമത്തിന് കണ്ണില്ല, വ്യക്തികളെ അത് കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ ഗ്രേസ്, കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം ഈ ഭൂമിയിലേക്ക് വന്നു. ഗ്രേസ് ഈസ് പേഴ്സണൽ ആൻഡ് ഗ്രേസ് ഈസ് കൈൻഡ്. കൃപയുടെ പ്രത്യേകത, കൃപ വ്യക്തിപരമാണ്, കൃപ ദയ കാണിക്കുന്നു. ഒന്നുകൂടി പറയാം. The law is impersonal and blind, but grace is personal and kind. ഗ്രേസിൻ്റെ പ്രത്യേകത, ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവകൃപയുടെ പ്രത്യേകത, ഓരോ വ്യക്തികളെയും അത് പരിഗണിക്കുന്നു. മാത്രമല്ല ദയ കാണിക്കുന്നു. വിട്ടുവീഴ്ചയുണ്ട്. വളരാനും തിരുത്താനും വീണാൽ എഴുന്നേൽക്കാനും ഒക്കെ കൃപ ദയ കാണിക്കുന്നു. നിയമം അങ്ങനെയല്ല. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ കല്ലെറിയണം, കൊല്ലണം, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ എടുക്കണം. അവിടെ യാതൊരു നിയമത്തിന് കണ്ണില്ല. നിയമം അന്ധമാണ്. ക്രിസ്തുവിൽ കൃപനിമിത്തം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയുള്ള സകലവിധ ചട്ടവട്ടങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുഴുവനായി നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, യേശുവിൻ്റെ കൃപയാണ്. ആ കൃപയിൽ ലഭിച്ച സ്വാതന്ത്ര്യം വീണ്ടും സ്വാതന്ത്ര്യമില്ലാത്ത നിയമങ്ങളുടെ കുരുക്കിൽ കൊണ്ടുപോയി ഇടരുതെന്നാണ് ഗലാത്യരോട് പൗലോസ് അപ്പോസ്തലൻ അതിശക്തമായ ഭാഷയിൽ പറയുന്നത്. റോമാലേഖനത്തിൽ 1 മുതൽ അങ്ങോട്ടുള്ള എല്ലാ അധ്യായങ്ങളിലും കൃപ എന്താണ് എന്നതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. പൗലോസ് എലാബറേറ്റായി കൃപ എന്താണ്, നീതി എന്താണ്, ന്യായപ്രമാണം എന്താണ്, ജസ്റ്റിഫിക്കേഷൻ നീതീകരണം എന്താണ്, അല്ലെങ്കിൽ തേജസ്കരണം ഗ്ലോറിഫിക്കേഷൻ എന്താണ്, സാങ്ക്ടിഫിക്കേഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? റോമർ 19 വളരെ വ്യക്തമായി അത് പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും കൃപ, ന്യായപ്രമാണം, നീതി, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന മാറ്റം എന്താണ് അത് പറയുന്നു. 7-ാം അധ്യായത്തിൽ വിവാഹത്തെ ഒരു ഉദാഹരണമാക്കി കൊണ്ടുവന്നുകൊണ്ട് ഒരു ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വീണ്ടും വിവാഹം കഴിക്കുവാൻ സ്വതന്ത്രയാണ്. അതുപോലെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നമുക്ക് ക്രിസ്തുവുമായി ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഉറ്റ ബന്ധത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയുള്ള അനാലജികളെല്ലാം അവിടെ കാണും. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിൽ ചിലർ ചിന്തിക്കും ഗ്രേസ്, കൃപ എന്ന് പറയുമ്പോൾ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം, കൽപ്പനകളെല്ലാം മാറി ഒരു കൽപ്പനയുമില്ലാതെ ഫ്രീ ആയി ഇനി ജീവിക്കാം. അങ്ങനെയല്ല, മറ്റൊരു പ്രമാണത്തിലേക്ക് നമ്മൾ വരികയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു നിയമം. അതിനനുസരിച്ച് അത് പക്ഷേ സ്വാതന്ത്ര്യമാണ് അവിടെ ഉള്ളത്, സ്വാതന്ത്ര്യത്തിൻ്റെ നിയമം. കൂടാതെ യേശു പറഞ്ഞൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണത്? സ്നേഹത്തിൻ്റെ കൽപ്പന, ദ കമാൻഡ്മെൻറ്റ് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ സ്നേഹം എന്ന കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയാമോ? 10 കൽപ്പനകൾ 2ആക്കി കർത്താവ് ചുരുക്കി. 1, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും കൂട്ടുകാരനെയും സ്നേഹിക്കണം. 2 സ്നേഹമാണ്. 1 ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇത് 2 കൂടി ചേർത്ത് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് പറയാം സ്നേഹം. ആ സ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് നമുക്ക് തന്നു. എന്നാൽ ആ കൽപ്പന പാലിക്കുവാൻ ഉള്ള ഫ്യൂവൽ, എനർജി കൂടി കർത്താവ് തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ
പരിശുദ്ധാത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയുള്ള 9 ഫലം അവൻ നമ്മിൽ തരികയാണ്. സോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ, ദ ഗ്രേസ് ഇൻ ക്രൈസ്റ്റ്, എത്ര മഹത്തരമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ചെലവിൽ നമുക്ക് സൗജന്യമായി ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ സമ്പന്നത, ദൈവത്തിൻ്റെ ധനമാഹാത്മ്യം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ്സ് എക്സ്പെൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റലായ ചില കാര്യങ്ങൾ. നമ്പർ 1, ദ കവനൻറ്റ് ചേഞ്ച്ഡ്. ഉടമ്പടി മാറി. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഉടമ്പടി മാറി. നമ്മളിന്ന് ജീവിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയിലാണ്, പഴയ ഉടമ്പടിയിലല്ല. ഉടമ്പടി മാറി. നമ്പർ 2, ഗോഡ്സ് അപ്രോച്ച് ടുവേർഡ് us ചേഞ്ച്ഡ്. ദൈവത്തിന് മനുഷ്യരോടുള്ള സമീപനത്തിന് മാറ്റമുണ്ടായി. കാരണം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ദൈവത്തെ ഭയങ്കര കോപം ഉള്ള, എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു വല്ലാത്തൊരു വ്യക്തിത്വത്തെ പോലെ നമുക്ക് തോന്നും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം സ്നേഹമുള്ളവനായി മറ്റൊരു രൂപത്തിൽ കാണും. ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൽ വന്ന മാറ്റമല്ല, ദൈവത്തിൻ്റെ നേച്ചറിൽ വന്ന മാറ്റമല്ല അവിടെ കാണുന്നത്. പകരം നമ്മുടെ സകല പാപങ്ങളും ഭാരങ്ങളും ശാപങ്ങളും സകല ദൈവത്തെ കോപിപ്പിക്കുന്ന സകലവും യേശു കർത്താവ് എടുത്ത് നീക്കം ചെയ്ത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിച്ചു. 2 കൊരിന്ത്യർ 5-20 മുതലൊക്കെ വായിക്കുമ്പോൾ നിരപ്പിച്ചു. ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു, രമ്യതയിലെത്തി. ഇനി ദൈവം കോപിക്കുന്നില്ല. ഇനി ദൈവം ഒരു ശത്രുവിനെ പോലെ അല്ല നമ്മളെ കണക്കാക്കുന്നത്. ക്രിസ്തു ആ ഇടയ്ക്കുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളെ തമ്മിൽ മാറ്റി. 1 തിമോത്തിയോസ് 2:5 പ്രകാരം കർത്താവ് ഒരു മീഡിയേറ്ററായി, ഒരു മിഡിൽമാനായി നിന്നുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ സകല പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. തന്നെ നമുക്ക് വേണ്ടി ഒരു മറുവിലയായി കൊടുത്തു. അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്ത ശേഷം ഇപ്പോൾ ദൈവം നമ്മോട് കോപിച്ചിരിക്കുകയല്ല. ദൈവം നമ്മെ ശത്രുക്കളായി കണക്കാക്കുന്നില്ല. ദൈവം ദൂരെ അല്ല, ദൈവം നമ്മോട് അടുത്ത് വന്നിരിക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിലുള്ള വലിയ ഗ്യാപ്പ് മാറിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 59 1-2 വചനം വായിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ആ പാപത്തെ യേശു എടുത്ത് കളഞ്ഞു. ദൈവകുഞ്ഞാട് പാപത്തെ ചുമന്ന് നീക്കിക്കളഞ്ഞു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ഇടയിലുള്ള ദൈവവുമായുള്ള ആ ഖ്യാസം മുഴുവൻ മാറിപ്പോയി. കർത്താവ് സകലരെയും തന്നോട് അടുപ്പിക്കുന്നു, ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ കവനൻറ്റ് ചേഞ്ച്ഡ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ ഉടമ്പടി മാറിപ്പോയി, നമ്മളൊരു പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. 2, ദൈവത്തിന് നമ്മോടുള്ള സമീപനം, ഗോഡ്സ് അപ്രോച്ച് ടുവേർഡ് us ചേഞ്ച്ഡ്. പഴയ സമീപനമല്ല ഇപ്പോൾ ദൈവത്തിനുള്ളത്. ദൈവത്തിനൊന്നും മാറ്റമല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, God loves us as we are. ഏത് ഷേപ്പിലാണോ ഇപ്പോൾ, ആ ഷേപ്പിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം കേൾക്കാൻ. ഇതിനെ മിസ്കോട്ട് ചെയ്യരുത്. ശരിക്കും ശ്രദ്ധിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ വളരെ നന്നായി പ്രാർത്ഥിക്കുന്നു, വളരെയധികം ഉപവസിക്കുന്നു, ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ കർത്താവ് എന്നെ കൂടുതൽ സ്നേഹിക്കും. ഇത് മാനുഷികമായൊരു ചിന്തയാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8-16.
ദൈവം സ്നേഹം തന്നെ. അതിൻ്റെ അർത്ഥം, ഞാൻ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ എന്നെ കൂടുതൽ സ്നേഹിക്കും. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം എന്നിൽ നിന്ന് അകന്നു മാറും, ദൈവം എന്നെ വെറുക്കും, ദൈവം എന്നോട് ദേഷ്യപ്പെടും. ഇതാണ് പൊതുവെയുള്ള മാനുഷികമായ നമ്മുടെ കണക്കുകൂട്ടൽ. ഇതെങ്ങനെ വന്നു? മനുഷ്യരുടെ സ്വഭാവം അതാണ്. ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും, ചിലപ്പോൾ അത്ര നല്ല മൂഡിലായിരിക്കില്ല. ഇന്ന് സാർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാനേജറുടെ ക്യാബിനിലേക്ക് നോക്കുമ്പോൾ ഇന്ന് സാറ് നല്ല മൂഡിലാണോ ഭയങ്കര ദേഷ്യത്തിലാണോ? മനുഷ്യർക്ക് മൂഡുകൾ മാറും. എനിക്ക് മൂഡുകൾ മാറാറുണ്ട്, നിങ്ങൾക്ക് മാറാറുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്. ദൈവത്തിന് അതില്ല. അതിനർത്ഥം ദൈവം എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു. അയ്യോ, ഇനി പറയുന്നത് ഇത്തിരി ഡേഞ്ചറസ് ആണ്, പക്ഷെ പറയാതിരിക്കുമ്പോൾ ഉള്ള സത്യമാണ് പറയണം. നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയാലും ഇല്ലേലും നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾ മദ്യപിച്ചാലും ഇല്ലേലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവിക ശുശ്രൂഷകൾക്ക് നിങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ബൈബിൾ വായിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക. എന്ന് വെച്ചാൽ, നന്മകൾ പലതും ചെയ്താൽ ദൈവം എന്നെ സ്നേഹിക്കും, തിന്മ ചെയ്താൽ ദൈവം എന്നെ വെറുക്കും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന് മാറ്റം ഇല്ല, അവൻ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ എവിടെയാണ് ഈ പ്രശ്നം? ഞാൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ, വചനം ഭക്ഷിച്ചില്ലെങ്കിൽ ദൈവമല്ല മരിക്കുന്നത്, എൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ദൈവത്തിനൊരു മാറ്റമില്ല. ദൈവം നിത്യനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. എല്ലാവിധ ഗുണഗണങ്ങളും ഒരു തന്മാത്ര വ്യത്യാസമില്ലാതെ ദൈവത്തിലുണ്ട്. എന്നാൽ നഷ്ടപ്പെടുന്നത് എനിക്കാണ്. ഞാൻ ദൈവവചനം വായിച്ചില്ലെങ്കിൽ ഐ ആം ദ ലൂസർ. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധിക്കോ ദൈവത്തിൻ്റെ മഹത്വത്തിനോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർ വിചാരിക്കുന്നത്, ഞാനങ്ങ് സഭയിൽ ചെന്ന്, ആരാധനാലയത്തിൽ ചെന്ന് 2 കൈകളും ഉയർത്തി മഹത്വം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നതെന്നാണ്. ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കും. ഞാൻ പോയിട്ട് ഇത് കാണിക്കുമ്പോഴല്ല ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നത്. ദൈവം മഹത്വം, ഹി ഈസ് ഗ്ലോറിയസ്. വ്യത്യാസം എനിക്കാണ്. ഞാൻ ചെന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ്റെ മഹത്വം എന്നിലേക്ക് വരും, അവൻ്റെ വിശുദ്ധി എന്നിലേക്ക്, ആരാധിക്കുന്നവനിലേക്ക് വരും. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇപ്പോൾ ഓൺലൈൻ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓൺലൈൻ തന്നെ വീട്ടിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായി. യു ആർ ദ ലൂസർ. വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവർക്കാണ് നഷ്ടം, ദൈവത്തിനല്ല, ദൈവസഭയ്ക്കല്ല നഷ്ടം, അവർക്കാണ്. ഇനി ഞാൻ ദൈവിക ശുശ്രൂഷകൾക്ക് കൊടുത്താൽ, അയ്യോ, ദൈവത്തിന് എന്തെങ്കിലും പഞ്ഞമുണ്ടെന്ന് വെച്ചിട്ടാണോ ഞാൻ കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. കൊടുത്താൽ എനിക്കാണ് ലാഭം. അമർത്തി കുലിക്ക് നല്ല അളവ്, അല്ലെങ്കിൽ സ്ഥലം പോരാതെ വണ്ണമുള്ള അളവ്, അല്ലെങ്കിൽ 100 മടങ്ങായിട്ടുള്ള തിരികെയുള്ള ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്, അതൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്നേ. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, പകരം മാറ്റമുണ്ടാകുന്നത് നമുക്കാണ്. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളോ കോട്ടങ്ങളോ ദൈവത്തെ ബാധിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അയ്യോ, ദൈവം ആകെ പ്രശ്നത്തിലാവും. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ അഖിലാണ്ടത്തിൻ്റെ ചക്രം തിരിക്കുമല്ലേ, കർത്താവിന് ആ ചക്രം തിരിക്കാൻ പറ്റാതായി പോകും. നോ വേ. ദൈവത്തിനൊരു മാറ്റമില്ല, നഷ്ടം എനിക്കാണ്. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞാൻ ദൈവത്തോട് അടുത്തില്ലെങ്കിൽ, വചനം വായിച്ചില്ലെങ്കിൽ, ആരാധിച്ചില്ലെങ്കിൽ ദൈവസ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. നാളെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിരിക്കട്ടെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസേഡ് ഉണ്ട്, മറക്കരുത്. അതുകൂടാതെ ഈ
ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇത് നോട്ട്സ് എഴുതിയെടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവേ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്ന ഒരു വ്യക്തി ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. അതുപോലെ വയറിനകത്ത് ഒക്കെ ഇങ്ങനെ എന്തോ ഫ്ലൂയിഡ് കളക്ഷൻ ഉള്ളവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. 2 കൈകൾ നീട്ടിപ്പിടിക്കുമ്പോൾ ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ എല്ലാവരിലും കർത്താവ് നീ അയക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് പ്രയർ കോൾ സെൻ്ററിലേക്ക് വിളിക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പല ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് വൈകിട്ടത്തെ ഹീലിംഗ് ക്രൂസൈഡ് മറക്കരുത്. സീ യു ടുമോറോ ഇൻ മോർണിംഗ് ഗ്ലോറി. ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.